തന്നെ ഒരു 60ഓളം വീട്ടുകാർക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട്. മർക്കസിന്റെ അടുത്ത വീട്ടുകാർക്ക് വെള്ളം, പൈപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട്. അതിൽ മുസ്ലിമുണ്ട്, മുസ്ലിം അല്ലാത്തവരുണ്ട്. മർക്കസിന്റെ പേരിലോ? അത് വളരെയധികം ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു രൂപം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഒരു പുതിയ ചർച്ച ഒന്നുമില്ല. അത് ഇത് കഴിയട്ടെ, അതനുസരിച്ച് കഴിയട്ടെ. മാറിക്കൂട്ടുന്നു. അതൊക്കെയാണ് നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പൊ ഇല്ല. മാറിക്കൂട്ടുന്നത് ഓരോരുത്തർക്ക് കിട്ടുന്നവർക്കൊക്കെ എല്ലാവരും മാറുന്നുണ്ടായിരിക്കുമല്ലോ. അതിപ്പോ ഒരു കൂട്ടമൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ പദ്ധതി തന്നെ ഈ നോളജ് സിറ്റി തന്നെ കാര്യമായി. അതൊക്കെ ഇപ്പോഴുണ്ട്. കാശ്മീരിൽ നമുക്കൊരു കാശ്മീരിൽ നിന്ന് വന്ന് പഠിക്കുന്ന 350-ലധികം കുട്ടികൾ മർക്കസിലുണ്ട്. കൂടാതെ കാശ്മീരിൽ നമുക്ക് 4 സ്കൂളുണ്ട്. ശ്രീനഗറിൽ 2 4 സ്കൂള് കാശ്മീരിലുണ്ട്. ഗുജറാത്തിൽ 3 സ്കൂളുണ്ട്. വെസ്റ്റ് ബംഗാളിൽ 106 സ്കൂളുണ്ട്. സ്കൂളും പള്ളികളും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. വെസ്റ്റ് ബംഗാളിലെ അല്ല, ഇത് കേട്ടില്ലേ നിങ്ങൾ? ഇത് കേട്ടില്ലേ? എന്നിട്ട് പറയാ, എന്റെ ആദ്യത്തെ ഹജ്ജ് 1968 അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് വളണ്ടിയറായിട്ട് വന്നു. ഹജ്ജ് വളണ്ടിയറായിട്ട് ആ കപ്പലിലുണ്ടായിരുന്നു. അക്ബർ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റും ഇന്ത്യക്ക് പുറത്ത് നമ്മളെ കേരളീയർ താമസിക്കുന്ന എല്ലാ സ്ഥലത്തും അൽഹംദുലില്ലാ പ്രവർത്തനങ്ങളുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ കാനഡയിലൊക്കെ അവിടുത്തെ ഗുജറാത്തിൽ നിന്നൊക്കെ പോയിട്ട് നേരത്തെ അവിടെ താമസിച്ച കാനഡിയർ മർക്കസിൽ വന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും നമ്മുടെ പ്രവർത്തനമുണ്ട്. അമേരിക്കയിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്. ശ്രീലങ്കയിൽ ഇപ്പോൾ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കുന്നുണ്ട് മർക്കസിന്റെ പേരിൽ. അവരെന്നെ ഉണ്ടാക്കുകയാണ്. അതിനൊക്കെ ആവശ്യം നിങ്ങളുടെ സഹായം. അൽഹംദുലില്ലാ ഇതുവരെ അങ്ങനെയാണ്. നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഓർഗനൈസർമാരുണ്ട്. വെസ്റ്റ് ബംഗാളാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ദാരിദ്ര്യം കൂടുതലുണ്ടായിരുന്നതും മുസ്ലിംകൾ അധികം ഉള്ളത്. ഇവിടെ പറഞ്ഞ 160ഓളം സ്കൂൾ മദ്രസകളും ഉണ്ടാക്കി കൊടുത്തു. 268 മറ്റു കിണറുകൾ കുഴിച്ചു കൊടുത്തു. പിന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. അതുപോലെ ബീഹാർ, ഹരിയാന സ്ഥലങ്ങളിലൊക്കെ ദാരിദ്ര്യ പിടിച്ച വളരെ സ്ഥലങ്ങളുണ്ട്. അതിനെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ സഹായിക്കുന്നവരുണ്ട്. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് 3, 4, 5, 6 ഇങ്ങനെ ഓർഗനൈസർമാരുണ്ട്. അവരവിടെ താമസിച്ച് പ്രവർത്തിക്കണം. അവർക്കെല്ലാ ഭാഷയും അറിയാം. ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഹിന്ദി, പിന്നെ അവിടുത്തെ ഭാഷ ഒക്കെ അറിയാം. ഇതെല്ലാം വിജയിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് സമ്മേളനത്തിന്റെ വിജയം. അതിന് നിങ്ങളെല്ലാവരും
പ്രത്യേകം ഇല്ല. ഇൻഷാ അല്ലാഹ് അത് കുറച്ചുകൂടി കഴിയും. 2 മാസത്തിലധികം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കേരള യാത്രയിൽ എല്ലാ സ്ഥലത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി നോക്കിയിട്ടല്ല. പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി വേറെ, നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഇല്ല. അതേ സമയത്ത് അദ്ദേഹത്തിന് കുറ്റം ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിച്ചതിന് ശേഷം ശിക്ഷിക്കപ്പെടാ കുറ്റമുണ്ടെങ്കിൽ അതിന് മുൻപ് ഒരു ശിക്ഷ ശരിയല്ല എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോഴും അതിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത്. നമ്മൾ ഈ പത്രസമ്മേളനം ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. ഓരോന്നിങ്ങനെ അതെഴുതി വലുതായി പിന്നെ ഇത് മറന്നുകൊണ്ടാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ല, അതെ ഞാൻ തമാശക്ക് പറഞ്ഞ അടയ്ക്കൊരു കാര്യമാണ് പറഞ്ഞത്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അഭിവൃദ്ധിപ്പെടണം, എല്ലാവരും ഉയരണം. അതിനുവേണ്ടി യത്നിക്കണം, കൂട്ടായ യത്നം വേണം. അതിന് മർക്കസ് മുന്നോട്ട് വന്നതിനോട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ചോദിക്കല, അത്രയും ചോദിക്കാം. അങ്ങനെ പിന്നെ എല്ലാ പത്രത്തിലും ഒക്കെ ഉണ്ടാവാറുള്ളതല്ലേ ചെറിയ ചെറിയ ഒരു വ്യക്തി ഒരു നിലക്കും അവിടെ ജോലിക്ക് വരില്ല. വന്നാൽ തന്നെ മറ്റുള്ളവരെ അയാൾ മുടക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പത്രം നടത്താൻ സമ്മതിക്കൂല. അങ്ങനെ എപ്പോഴും നേരത്തെ ന്യായമായിട്ട് പിരിഞ്ഞു പോയിക്കോളാൻ പറഞ്ഞത് ആണ്. പിന്നെ കുറച്ചാളുകൾ അങ്ങനെയാണ്. അതൊരു സാരല്ല, അതിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതല്ലേ. ഞങ്ങളിങ്ങനെ മുസ്ലിയാക്കന്മാരാണെങ്കിലും പത്രം നടത്തുന്നത് അങ്ങനെയുണ്ടല്ലേ. എല്ലാവർക്കും സന്തോഷം. സിദ്ദീഖ് ഹാജി ചെമ്മാട്, സ്ട്രോങ് ലൈറ്റ് നാസർ ഹാജി, ഇതൊക്കെ നമ്മൾ മർക്കത്തിന്റെ മെമ്പർമാരാണിത്. സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ സഖാഫി, വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രശ്നങ്ങളാണ്. മൈക്ക് ഫ്രീ. അഡ്മിൻസ് ആരെങ്കിലും മൈക്കിലേക്ക് വരുന്ന അറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.